ഹായ് ഹലോ, ഇന്ന് രണ്ടുപേരും ഇവിടെ തകർത്ത ജോലിയിലാണ്. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. ഇടിയപ്പം ഇതാ കുറച്ചൊക്കെ അടുപ്പത്തിരിക്കുന്നു, കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ മുട്ടക്കറിയെല്ലാം റെഡിയായി. പിന്നെ ചോറ് വെച്ചു. മീൻകറി ഇത് ഇന്നത്തേക്കല്ല, നാളത്തേക്കാണ്. മീൻകറി അയിലക്കറി കേട്ടോ, അയിലക്കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തലേന്ന് മീൻകറിയൊക്കെ വറ്റിച്ചു. ഇത് ചിക്കൻ കറിയാണ് കുക്കറിനകത്ത്. വിസിലൊക്കെ അടിച്ച് ഒന്ന് ഏറ് മാറി എടുത്ത് നോക്കിയതാണ്. ഇത്തിരിയും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ചിറ്റ പറഞ്ഞു ഇച്ചിരിയും കൂടെ അടുപ്പത്ത് വെച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ റെസിപ്പീസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, പക്ഷേ സൂപ്പർ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ഇത് ചിറ്റയുടെ സ്പെഷ്യലായിരുന്നു. ഞാൻ ഈ ചിറ്റയടുത്തൊക്കെ ഞാൻ ചോദിച്ച് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ എൻ്റെ നോക്കിയിട്ട് റെസിപ്പീസ് ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കുക്കറിനകത്ത്. അതും അടിപൊളി ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താ കേസരിയൊക്കെ കുറച്ച് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും എടുത്ത് വെച്ചിട്ട് ബാക്കി പിന്നെ കുറച്ച് അമ്മച്ചമ്മയ്ക്കും ശാലുമോക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിറ്റ വരുമ്പോൾ അവൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാക്കിക്കണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും നമുക്കിവിടെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കിച്ചതായിരുന്നു കേട്ടോ. ചിറ്റയുടെ കേസരി കണ്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു അടിപൊളി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഫുഡ് കഴിച്ചു. റൂമിലിരുന്ന് തന്നെ കഴിച്ചു. മമ്മിയും ചിറ്റയും കൂടെ പിന്നീടാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഒരുങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഓരോ സാധനങ്ങൾ ഇതായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് കാണിച്ചാണ് കേട്ടോ. ചിറ്റയൊക്കെ പോയപ്പോൾ എനിക്ക് ശരിക്കും വിഷമം വന്നു. കാരണം എന്ന് വെച്ചാൽ കുറേ നാളിന് ശേഷമല്ലേ വരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കുറേ ദിവസം ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയായിരുന്നു. ചിറ്റ പറഞ്ഞു ഇല്ല പോകുക, ഇനി അടുത്ത മാസം കാണാൻ പറ്റുമെങ്കിൽ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. എന്നെ എപ്പോഴും വിളിക്കും, എന്നും എന്നെ മുടങ്ങാതെ വിളിക്കുന്ന ഒരാളാണ് ചിറ്റ. എന്നും വിളിക്കും കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അവർ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഇറങ്ങി. പിന്നെ മമ്മിയും പോകാൻ ഇറങ്ങുകയാണ്. എന്തെന്ന് വെച്ചാൽ മമ്മിക്ക് ചിറ്റയ്ക്ക് അങ്ങോട്ട് തനിച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അങ്ങനെ ഇവിടെ വന്നിട്ട് അങ്ങനെ അധികം ട്രാവലിംഗ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ മമ്മി കൊണ്ടാക്കിയിട്ട് നാളത്തടം കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ടാണ് കറിയൊക്കെ കൂടുതലായിട്ട് വെച്ചത്. ഇനി നീ കറിയൊന്നും വെക്കണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവർ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോകാൻ ഇറങ്ങി. രാവിലെ പോകണമെന്നും പറഞ്ഞിട്ട് ഇരുന്നവരാണ് കേട്ടോ. 10-10:30 എങ്ങാണ്ടൊക്കെ കഴിഞ്ഞു പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞാനും കുഞ്ഞനും വന്ന് കുറച്ച് നേരം കിടന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ചിറ്റ കൊണ്ടുവന്ന മാങ്ങ ബാലൻസ് ഞാൻ കുഞ്ഞിന് വേണ്ടി വെച്ചിരുന്നല്ലോ. അപ്പം കുഞ്ഞൻ പറഞ്ഞു ഞാൻ കട്ട് ചെയ്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഇനി കൊണ്ടുപോകാൻ ഞാൻ കട്ട് ചെയ്ത് തരാമെന്ന്. ഞാൻ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കുനുകുനാന്ന് അരിയുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ അരിഞ്ഞ് കഴിക്കുമ്പോൾ നമുക്ക് അധികം പുളിയും തോന്നത്തില്ല. പക്ഷെ കുഞ്ഞനാണെങ്കിൽ എല്ലാം കൂടെ നീളത്തിലൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് അതിനകത്ത് ഉപ്പും മുളക് പൊടിയൊക്കെ കൂടി ഇട്ട് മിക്സ് ചെയ്തായിട്ടോ കൊണ്ടു തന്നത്. പക്ഷെ എനിക്ക് അല്ലാതെ കഴിച്ചപ്പോഴായിരുന്നു ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയത്. പിന്നെ ഒരു നെല്ലിക്കയൊക്കെ എടുത്തുകൊണ്ട് തന്നു. നല്ല നെല്ലിക്കയായിരുന്നു. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് കുഞ്ഞൻ വാങ്ങിച്ചുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ പിന്നെ ഫുഡ് നേരത്തെ കഴിച്ചു. ഇന്ന് ചിക്കൻ കറി ഉണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ചിക്കൻ കറി മാത്രമേ എടുത്തുള്ളൂ, വേറെ ഒന്നും എടുത്തില്ല. ചിക്കൻ കറി കൂട്ടി ഇന്ന് തന്നെ കഴിക്കാൻ അടിപൊളിയായിരുന്നു. ഇതിൻ്റെ റെസിപ്പീസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിറ്റടുത്ത് ചോദിച്ച് ഞാൻ മനസ്സിലാക്കി വെക്കണം എന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്നാണ് ചിറ്റ പറഞ്ഞത്. പക്ഷേ അടിപൊളിയായിരുന്നു. ഞങ്ങളങ്ങനെ ഫുഡും കഴിച്ച് ഒരു സിനിമയും കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് കിടന്നപ്പോൾ ഭയങ്കര ചൂട്. ഇപ്പം നമുക്ക് കിടക്കാൻ വയ്യ. പകലും രാത്രി എനിക്ക് ഒരേപോലെയാണ്. ഭയങ്കര ചൂടാണ്. ഈ സീലിംഗ് ഫാൻ പറ്റുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ അപ്പുറത്തുനിന്ന് നമ്മൾ പിന്നെ ടേബിൾ ഫാൻ ഒരെണ്ണം മേടിച്ചിരുന്നു. അങ്ങനെ അത് എടുത്ത് കൊണ്ടുവന്ന് വെച്ച് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിങ്ങനെ കിടന്നു. എനിക്കാണെങ്കിൽ അതിൻ്റെ കാറ്റടിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടും കേട്ടോ. ഞാൻ മുഖമൊക്കെ പൊത്തിയായിരുന്നു കിടന്നത്. അവസാനം എനിക്ക് ചൂടും വെപ്രാളം കൊണ്ട് കുഞ്ഞിന് അവസാനം ലസ്സി അടിച്ചുകൊണ്ട് തന്നു. ഒരു കപ്പ് നിറയെ അടിച്ചുകൊണ്ട് വന്നെങ്കിൽ ഇതിൻ്റെ കുറച്ച് മാത്രമേ ഞാൻ കുടിച്ചോളൂ. ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാട്ടോ ഈ ഒരു കപ്പ്. അങ്ങനെ രണ്ടുപേരും കൂടെ മാറി തിരിഞ്ഞും കുടിച്ചപ്പോഴത്തേക്ക് ഒരു ആശ്വാസം വന്നു കേട്ടോ. ഉള്ളിലോട്ടൊരു തണുപ്പ് പോകുമ്പോൾ നമുക്കൊരു ആശ്വാസമാണല്ലോ. അങ്ങനെ അതും കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.